പിന്നാമ്പുറ കാഴ്ചകളിലെ ആദ്യ ഭാഗം മാത്രമല്ലേ പോസ്റ്റ് ചെയ്തുള്ളൂ. എണ്ണ നിറച്ചിട്ട് പിന്നെ എപ്പോഴാണ് നിങ്ങൾ കിടന്നതെന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുത്തശ്ശിക്കാണെങ്കിൽ ഈ കാച്ചി ഉണ്ടാക്കുന്ന പരിപാടിയിൽ ഒടുക്കത്തെ ശുഷ്കാന്തി അത് കാരണം നമുക്ക് ഉറക്കം വന്നാലും മുത്തശ്ശിക്ക് ഒട്ടും ഉറക്കമില്ല കേട്ടോ. മുത്തശ്ശി പോയി കിടന്നൂടെ? കിടന്നൂടെ? സമയം എത്രയായി? എണ്ണ പാക്ക് ചെയ്തോണ്ടിരിക്കുക ഞങ്ങളുടെ കൂടെ. എല്ലാ എണ്ണയുടെ ബാക്കി എടുത്തിട്ട് അച്ഛമ്മ തലത്തി. അങ്ങനെ ഏകദേശം പുലർച്ചെ 3:34 ആയിട്ടോ എല്ലാ കുപ്പിയിലും എണ്ണ നിറച്ച് കഴിഞ്ഞപ്പോ. ഇനി നമുക്ക് എണ്ണ ഓർഡർ ചെയ്ത ആൾക്കാരുടെ അഡ്രസ് ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കാം. രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ചല്ലേ, അതുകൊണ്ട് ഇത്ര നേരം വൈകിയപ്പോഴേക്കും മുത്തശ്ശിക്ക് വിശപ്പായിട്ടോ. മുത്തശ്ശി പിന്നെ എന്ത് കഴിക്കണമെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ട് പങ്കിട്ടിട്ടേ കഴിക്കുള്ളൂ. അങ്ങനെ എനിക്കും കിട്ടി പഴം. ഞാനിങ്ങനെ ഇടയ്ക്ക് മുത്തശ്ശിനെ നോക്കിയിട്ട് ആലോചിക്കട്ടോ, ഈ പ്രായത്തിൽ ഈ എനർജി ആണെങ്കിൽ ആയ കാലത്ത് എന്തായിരിക്കും അല്ലേ. അങ്ങനെ ഒരു വിധത്തിൽ മുത്തശ്ശീനെ കിടത്തിയിട്ടോ. പക്ഷെ കിടന്നു വെച്ചിട്ട് പാവത്തിന് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും തമാശ പറയുന്ന പൊട്ടിച്ചിരിക്കുന്ന മുത്തശ്ശീനല്ലേ അറിയുള്ളൂ. പക്ഷെ എന്നും രാത്രി ഉറങ്ങാൻ കിടന്നാല് മുത്തശ്ശിക്ക് ചുമരിൽ നോക്കിയിട്ട് ഒരു കരച്ചിൽ പതിവാണ്. ചുമരിൽ ഇതേ ഇവരാണ് കേട്ടോ ഉള്ളത്. ഒന്ന് അച്ഛനും ഒന്ന് അച്ഛമ്മയുടെ മോനും. ഇവരൊന്നും ഇപ്പൊ മുത്തശ്ശീന്റെ കൂടെ ഇല്ല കേട്ടോ. ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കള് മരിച്ചു പോവാന്നൊക്കെ പറഞ്ഞ എത്രത്തോളം വിഷമമുള്ള കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്കൊരു മോനുണ്ടായപ്പോഴാട്ടോ. അപ്പൊ മുത്തശ്ശിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛനില്ല, അമ്മയില്ല, ഭർത്താവില്ല, അനിയത്തിയില്ല, ആങ്ങളില്ല, മകനില്ല, മകളില്ല, കൂടെ പഠിച്ചവരാരുമില്ല. ആ കാലത്ത് നാട്ടുകാർ പോലും ഇല്ല. പാവം രാത്രി ഇതൊക്കെ ആലോചിച്ച് കിടന്നിട്ടാവും രാവിലെ എണീക്കുമ്പോൾ എന്നോട് പറയും രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഓരോന്ന് ആലോചിച്ചിട്ടെന്ന്. ഈ കരച്ചിലും സങ്കടമൊക്കെ ഒരു പരിധി വരെ മാറിയത് എനിക്ക് വസു ജനിച്ചപ്പോഴായിരുന്നു കേട്ടോ. വസു മാത്രല്ല, ഇപ്പൊ നിങ്ങളിൽ ഓരോരുത്തരും മുത്തശ്ശിയുടെ സന്തോഷത്തിന് കാരണക്കാരാണ്. നിങ്ങളിൽ പല ആൾക്കാരും വീട്ടിൽ നേരിട്ട് വന്നിട്ടും അല്ലാതെ വീഡിയോ കോളിലും മുത്തശ്ശിയോടുള്ള സ്നേഹവും കാച്ചിയെണ്ണ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമ്പോൾ മുത്തശ്ശിയുടെ മുഖത്ത് സന്തോഷം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദിയും കൂടെ പറയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം 3:45 നമ്മുടെ പ്രിന്റ് ഔട്ട് എടുക്കുന്ന പരിപാടിയൊക്കെ തീർന്നിട്ടോ. ഇനി നാളെ നമുക്ക് കൊറിയർ അയക്കണം. കഴിഞ്ഞു. പോട്ടെ പോട്ടെ. ഗുഡ് നൈറ്റ്. രാവിലെ കാണാം. രാവിലെ കാണാം. ടാറ്റാ. അപ്പൂനോട് പറയും രാവിലെ കാണാന്ന്. ആയിക്കോട്ടെ, പറയാം. ഉറങ്ങാണ്. ഇറങ്ങേ വല്ലതും തിന്നിക്കണോ? ഞാനോ? ആ എപ്പ തിന്നു? അടുത്ത തീറ്റയ്ക്കുള്ള സമയായി. തിന്നാ. ശരി എന്നാല്. നഞ്ഞു പോയിക്കോ. ഇനി കരയാൻ നിക്കണ്ട. ഇല്ലേ അച്ഛമ്മ എന്തേ പറഞ്ഞത്? ഒന്നുമില്ലേ, പറയാണ് ഓരോന്നും ഉള്ളി പെറുക്കി പറയാണ്. എന്താ ചെയ്യ? ഇനി കരഞ്ഞു കിടക്കണ്ട കേട്ടോ. നിങ്ങൾ പോയിക്കോ. ഓപ്പാക്കി കണ്ടോ. ശരി എന്നാലേ. ബൈ. നാളെ കാണാം. നാളെ കാണാം. അപ്പൊ എന്നാ ഗുഡ് നൈറ്റ്. ഇനി നാളെ കാണാട്ടോ.